അഴൂർ കോളിച്ചിറ സ്വദേശിനി ചിത്രയുടെ 15-കാരിയായ മകളെയും മകനെയും അക്രമി സംഘം ക്രൂരമായി മർദ്ദിച്ച സംഭവം നടന്നിട്ട് 2 ആഴ്ച കാലത്തോളമാകുന്നു. 15 വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടി ക്രൂരമർദ്ദനത്തിനാണ് വിധേയയായത്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ചികിത്സയ്ക്ക് ശേഷം വീട്ടിൽ തിരിച്ചെത്തിയ ഈ പെൺകുട്ടി മാനസികമായി തളർന്ന നിലയിലാണ്. ചിറയൻകീഴ് പോലീസിന്റെ നടപടികൾ മൊഴിയെടുക്കലിൽ ഒതുങ്ങി. പ്രതികൾ പ്രദേശത്ത് സ്വൈരവിഹാരം നടത്തുമ്പോഴും ഒരുത്തരെയും പിടികൂടാൻ ചിറയൻകീഴ് പോലീസിന് മനസ്സില്ല. കേവലം 15 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിയാണ് ക്രൂരമായി ആക്രമിക്കപ്പെട്ടതെന്ന കാര്യം പോലും പോലീസ് പരിഗണിക്കുന്നില്ല. രാഷ്ട്രീയ സ്വാധീനവും പണവുമില്ലാത്തവർക്ക് ഒരുവിധ നീതിയും തങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട എന്ന് പറയാതെ പറയുകയാണ് ചിറയൻകീഴ് പോലീസ്. ചിറയൻകീഴിൽ എന്തിനാണ് ഇങ്ങനെ ഒരു പോലീസ് സേനയെന്ന് ആരും ചോദിച്ചു പോകും. പെറ്റീഷൻ നൽകിയതിൻ്റെ രസീത് ചോദിച്ചാൽ പരാതിക്കാരിയോട് ഇത് ബ്രെഡും ജാമും വിൽക്കുന്ന കടയല്ല എന്ന് മറുപടി പറയുന്ന ജനമൈത്രി പോലീസ്. സാർ, പാവങ്ങളെ കൂടി പരിഗണിക്കണം. അവർ ചോദിച്ചതാണ് 17 വയസ്സായ ചെറുക്കൻ്റെ പേർക്ക് ഞങ്ങൾ എങ്ങനെ കേസെടുക്കുമെന്ന്. അതേസമയം തിരിച്ച് എൻ്റെ വീട്ടിലായിരുന്നെങ്കിൽ അവർ ആ നിമിഷം വന്ന് പിടിച്ചുകൊണ്ട് പോയേനെ. നമുക്ക് പണവും സ്വാധീനമൊന്നുമില്ല, നമുക്ക് രാഷ്ട്രീയക്കാരില്ല നമ്മളെ പിറകെ നടക്കാൻ. ഇവർക്ക് അവിടെ സ്വാധീനമുള്ള ഒരുപാട് പോലീസുകാരവിടെ ഉണ്ട്. അതുകൊണ്ടാണ് അവർ പിന്നീട് ഈ പരിസരത്ത് പോലും അവർ വരാതിരുന്നത്. 15-കാരിയായ പെൺകുട്ടിയെ അക്രമി സംഘം എന്താണ് ചെയ്തത്? വെളിയിലിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞാനും അമ്മയും അനിയത്തി. അപ്പോഴത്തേനും ഇവിടെ ഒരു വിളി കേട്ടായിരുന്നു. അപ്പം അമ്മ പറഞ്ഞ് പോയി നോക്കിയിട്ട് വന്ന് പറഞ്ഞ് ഞാൻ ഓടി വന്നപ്പം ചേട്ടൻ്റെ തലയിൽ ഒരു ചെറുക്കൻ ഓടെടുത്തടിച്ച്. സഞ്ജു എന്ന് പറയുന്ന ചെറുക്കൻ ഓടെടുത്തടിച്ചപ്പോൾ ചേട്ടൻ്റെ ബോധം പോയി. ചേട്ടൻ തലയിൽ ഇങ്ങനെ കൈ വെച്ച് പൊത്തി പിടിച്ചിട്ട് വിളിക്കുകയാണ്. അപ്പോഴത്തേനും ഇവിടെ ഉള്ള ആ കൂട്ടത്തിലുള്ള ഒരു ചെറുക്കൻ പറയണടാ ഇനി അടിക്കല്ലേ, അവൻ ചത്തോ എന്ന് പറയണ കേട്ടോണ്ട് ഞാൻ അടിക്കാതിരിക്കാൻ ഞാൻ പേടിച്ചിട്ട് ചേട്ടൻ്റെ പുറത്തു കൂടെ കിടന്നപ്പം ഇവർ ഫസ്റ്റ് എന്നെ വലിച്ചഴിച്ച് അങ്ങോട്ട് മാറ്റിയിട്ടപ്പോഴത്തേനും ഞാൻ വീണ്ടും കയറി പുറത്തു കൂടെ അടിക്കാതിരിക്കാൻ കയറി കിടന്നപ്പം ഇതിൽ ഈ സഞ്ജയത്ത് എന്ന് പറയുന്ന ചെറുക്കൻ്റെ തലയിൽ കൂടെ താവൂക്കിൻ്റെ കല്ലെടുത്ത് വെച്ച് അടിച്ചിട്ട് മാറ്റിയിട്ടിട്ട് പുറത്തു കൂടെ കയറി കിടന്നിട്ട് കവിളിൻ്റെ ഇവിടെ ഫുള്ള് കടിച്ച് കാലിൻ്റെ തൊടയൊക്കെ കീറി. എന്നിട്ട് ഇവർ വിട്ടില്ല. എന്നിട്ട് അവിടെ ഇട്ട് അത്രയും പേരും കുറേ ചവിട്ടയൊക്കെ ചെയ്ത് അവിടെ അത്രയിട്ട് വലിച്ചിഴച്ച് എന്നിട്ട് ഇവിടെ നിന്ന് ചേട്ടനെ പൊക്കിയെടുത്തോണ്ട് എന്നെയും ചേട്ടനെയും പൊക്കിയെടുത്തോണ്ട് മുകളിൽ കൊണ്ടുവച്ചപ്പം ഇവർ അവിടെയും വന്നിട്ട് അടിയുണ്ടാക്കി. അവിടെ ഒരു വീട്ടിൽ അടുക്കി വെച്ചിരുന്ന തടി എടുത്ത് വെച്ച് അടിച്ച്, അമ്മേനെ അടിച്ച്, എല്ലാവരെയും അടിച്ച്. എന്നിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വന്ന മാമൻ്റെ തലവഴിയെ ബക്കറ്റോടെ തട്ടി മുളകോടി. 15-കാരിയെയും സഹോദരനെയും മർദ്ദിക്കുന്നത് കണ്ട് പിടിച്ചു മാറ്റാനെത്തിയവരെയും പ്രതികൾ അടിച്ചു നിലത്തിട്ട് വലിച്ചഴച്ചു. ഞാൻ ചെന്ന് നോക്കുമ്പോൾ ഒരു പെൺകൊച്ചിനെ ഈ കൊച്ചിനായിട്ട് ഇടിക്കുന്നതാണ് ഞാൻ കാണുന്നത്. അവരെല്ലാവരും കൂടെ പിടിച്ചു മാറ്റിയപ്പോഴാണ് എന്നെ അവിടെയായിട്ട് അടിച്ച് എൻ്റെ ഉടുപ്പ് വലിച്ച് കയറി എന്നെ അവിടെയായിട്ട് വലിച്ചഴിച്ചത്. ഞാൻ മുളക് പൊടിയൊക്കെ വാരി വിതറിയാണ് ഇവർ ഈ പരിപാടി ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മുളക് പൊടി ഇവിടെ നിന്ന് അങ്ങ് അറ്റം വരെയും വന്ന് അന്ന് പോകുന്ന പോലീസുകാർ കണ്ടതാണ്. അവരെന്നിട്ട് പോലും ആ വണ്ടി കൊച്ചിനെ ആശുപത്രി കൊണ്ടുപോകാൻ പറഞ്ഞ് വണ്ടി എടുത്ത് മാറ്റാൻ പോലും അവർ തയ്യാറല്ലായിരുന്നു. പോലീസ് ആ വണ്ടി നടുക്കി എന്നിട്ടിരുന്നു. പിന്നെ അവസാനം ഇതിന് ശ്വാസം പോകണമെന്ന് പറഞ്ഞപ്പോഴാണ് അവരെടുത്തുകൊണ്ട് ആംബുലൻസ് വന്നപ്പോഴാണ് അവർ മാറ്റി കൊടുത്തത്. പ്രതികൾ സ്ഥിരം പ്രശ്നക്കാരാണെന്ന് സാക്ഷ്യപ്പെടുത്തലുമായി സമീപവാസികളും. ഓടി വന്നിട്ട് മുടിയിൽ ചുറ്റി ഇടിച്ച് 3 ഇടിയെന്നെ ഇടിച്ച്. ഞാൻ കണ്ട എന്തിനായിട്ട് ഇനി പറഞ്ഞ എന്തിനാണ് ഇത് സാറുമാർ ഇതൊന്നും കേൾക്കാൻ പറ്റുന്നില്ല. സാറുമാർ പറഞ്ഞ് നമ്മളെ വന്നാക്കരെ പറഞ്ഞ് ചോറ് തിന്നാൻ ഉറങ്ങണില്ലേ, ഇതൊക്കെയാണ് കേൾക്കാൻ വന്നത്. ഈ ചെറുക്കനെ എത്രയും പെട്ടെന്ന് ചെറുക്കനെ പിടിക്കാം. അതുപോലെ ഈ ഏരിയയിൽ ഇന്ന് എല്ലാവർക്കും പേടിയാണ് ഈ പിള്ളേരെ. അതുകൊണ്ട് ഈ ഏരിയയിൽ ഇവർ മൊത്തം വരാനും പാടില്ല. അത് അയൽവക്കാർ എന്തൊരു വേണമെങ്കിലും നമ്മൾ ചെയ്യും. ഇവിടെ എൻ്റെ വീട്ടിൽ നിന്നാണ് അവൻ തടിയെടുത്തുകൊണ്ട് വന്ന് എൻ്റെ ഈ കൊച്ചി ഇറക്കാനാ മണ്ട അടിച്ച് പൊളന്നത്. എന്നിട്ട് ഇവിടെ നിന്ന് കല്ലെടുത്ത് മണ്ട അടിച്ച് പൊളന്ന് എൻ്റെ മോളും 10 പഠിക്കുന്ന ചെറുമോളും അവൾ വന്ന് എൻ്റെ ഈ കൊച്ചിനെ കെട്ടിപ്പിടിച്ച് ഭയങ്കര കരച്ചിലായിരുന്നു. കരഞ്ഞ് മോളെ നീ കണ്ണൂറേടി എന്ന് പറഞ്ഞ് ആ കൊച്ചിനെ അടിക്കാനുള്ളായിരുന്നു. അത് വരെ എൻ്റെ യുവമാർ ചെയ്തിട്ട് വന്ന് ഞങ്ങളെ ചീത്ത വിളിച്ച് ഞങ്ങളുടെ അടുത്ത് ചോദിക്കണം, നീ ഒരുത്തിയാളും ഇവിടെ ജീവിക്കാൻ അനുവദിക്കില്ല എന്നവൻ പറഞ്ഞു. മുസ്ലിങ്ങളെ തേങ്ങ അടത്ത് ഈസി പോലെയാണ്. സ്വന്തം പെരയിടത്തി വെട്ടിക്കൊണ്ടുവന്ന് കാറ് മോട്ടിച്ചുകൊണ്ട് വന്ന ഒരു വെള്ള കാറ്. ഇതിലാണ് സഞ്ചാരം അങ്ങോട്ടും ഇങ്ങോട്ടും. ഈ കൂട്ടർ ഇനി ഇവിടെ പാടില്ല. ആക്രമിക്കപ്പെട്ട് ഗുരുതരാവസ്ഥയിലായ 15-കാരിയെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ വന്ന ആട്ടോക്കാരനെയും പ്രശ്നത്തിൽ ഇടപെട്ടവരെയും പ്രതികൾ മുളക് പൊടിയിൽ കുളിപ്പിച്ചു.
പോലീസ് സ്റ്റേഷനിൽ പോകാത്തത്? എൻ്റെ അമ്മാവിനെ അടിച്ച് എൻ്റെ അമ്മാവനെ അടിച്ച് അവിടെ വലിച്ചെറിയുകയാണ് ചെയ്തത്. അതിനുശേഷം ഈ മുളക് പൊടിയും കൊണ്ടുവന്നാണ് ഇവർ പിറകെ കൊണ്ടുവന്നാണ് എല്ലാ മുഖത്തുമൊക്കെ എറിയുകയൊക്കെ ചെയ്തതും. റോട്ടിൽ പോണവരെ മുഖത്തും മുളക് പൊടി എറിഞ്ഞ് ഈ കൊച്ചിനെ ഇത്രയും ബ്ലഡ് ഒലിച്ച് കൊണ്ട് ചെന്നിട്ട് ഈ പോലീസ് വണ്ടി മാറ്റി കൊടുത്തിട്ടില്ലായിരുന്നു. ഇത് ഒരു പ്രാവശ്യമായിട്ടുള്ള പ്രശ്നമല്ല, ഇത് നിരന്തരമായിട്ടുള്ള പ്രശ്നമാണ്. പ്രതികളിൽ ഒരാൾ പെൺകുട്ടിയെ ഉൾപ്പെടെ തല്ലിച്ചതച്ച കഥ സുഹൃത്തുമായി പങ്കുവയ്ക്കുന്ന ഫോൺ സംഭാഷണവും പുറത്തു വന്നു. തള്ളിയിട്ട് ഓർഡർ എടുത്തിട്ട് വന്ന് വാരിയിൽ അടിച്ച് പൊട്ടിച്ച് അവളെ ചേട്ടനായണ്ട് അവളെ ചേട്ടനെ കൊണ്ട് എന്നെ തിരിച്ചടിച്ചാൽ ഒക്കൂല, എന്നെ അടിക്കാൻ ഒക്കൂല അവളെ ചേട്ടനെ കൊണ്ട്. അപ്പൊ ഇവള് വന്ന് അവളെ ചേട്ടന്റെ പുറത്തൂടെ കിടന്നിട്ട് എന്നെ ഒരു ഒറ്റയടി ഇടി അവളെ അവക്കും കൊടുത്തടി. അവളെ ചേട്ടനെ അടിച്ചോണ്ടിരുന്നപ്പോ ഇവളും കൂടെ അടിച്ചു കയറുന്നു. ഞാനാണെങ്കിൽ നീ പോയതിനു ശേഷം പിന്നെ എപ്പോഴും വലിയും കുടിയും ഇത് മാത്രമേ ഉള്ളു. ഇടി എല്ലാത്തിനും ഇടിച്ച് ആരെയും വെറുതെ വിട്ടില്ല, വന്ന എല്ലാത്തിനും ഞാൻ അടിച്ചു. അപ്പൊ ഇവള് വന്ന് നിന്നപ്പോ എന്റെ ചേട്ടനെ ഇവള് എന്തിനാ ചെയ്തത്? അപ്പൊ അവൻ കല്ലെടുത്ത് തലയിൽ അടിച്ചു കൊടുത്തു. അങ്ങനെയാണ് 24 സ്റ്റിച്ച് അവളെ ആഴ്ചയിലെ തലയിലും. എന്നെ എന്തിനാ ചെയ്തപ്പോ ഞാൻ അടിച്ചപ്പോ മോന്തയിലും മാത്രമാണ് അടിച്ചത്. ഞാൻ മോന്തയിലും വാരിയിലും കഴുത്തിലും ആയി പേടി. അവളെ കഴുത്തിലെ ഞരമ്പാകണ്ട പൊട്ടി ഞാൻ അടിച്ചപ്പോ. ചിറയൻകീഴ് പോലീസിന് ഇത്രയല്ലേ സംഭവിച്ചുള്ളൂ എന്ന മനോഭാവമാണ്. എന്തായാലും ചിറയൻകീഴിലെ കാക്കിച്ചട്ടക്കാരിൽ നിന്നും കുടുംബം നീതി പ്രതീക്ഷിക്കുന്നില്ല. മുഖ്യമന്ത്രിക്കും SP-ക്കും മനുഷ്യാവകാശ കമ്മീഷനും ബാലാവകാശ കമ്മീഷനും പരാതി നൽകിയിരിക്കുകയാണ് ഇവർ.